എല്ലാവർക്കും നമസ്കാരം. അമിതമായ ചൂടിൽ നിന്നും മഴയിലേക്കുള്ള പെട്ടെന്നുള്ള കാലാവസ്ഥാ മാറ്റം ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധശേഷി ഗണ്യമായി കുറയ്ക്കുന്നു. ഇതുമൂലം ശരീരത്തിന് ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ അണുബാധകളെ ചെറുക്കാനുള്ള ശേഷി കുറയുന്നു. കർക്കിടകത്തിൽ വാതം കോപിക്കുന്നതോടൊപ്പം തന്നെ മഴവെള്ളം ഭൂമിയിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന അമ്ലത കാരണം ശരീരത്തിൽ പിത്തം അടിഞ്ഞുകൂടാനും കാരണമാകുന്നു. എരിവും പുളിയും കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഈ പിത്തം വർദ്ധിപ്പിക്കാനും അസിഡിറ്റിക്കും കാരണമാകും. ഈ സമയത്ത് തണുത്ത വെള്ളം കുടിക്കുന്ന ശീലം പൂർണ്ണമായും ഒഴിവാക്കി പകരം ചുക്കും മല്ലിയും ജീരകവും ഇട്ട് തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക. മാംസാഹാരങ്ങളും എണ്ണയിൽ വറുത്ത പലഹാരങ്ങളും ഒഴിവാക്കി കർക്കിടക കഞ്ഞിയോ ലഘുവായ സസ്യാഹാരങ്ങളോ ശീലമാക്കുക. മഴയത്ത് നനയുന്നതും നനഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഒഴിവാക്കി ശരീരത്തിന് ചൂട് നൽകുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. മഴക്കാലത്തെ പകലുറക്കം കഫം വർദ്ധിപ്പിക്കുകയും ദഹന പ്രക്രിയ മന്ദഗതിയിലാക്കുകയും ചെയ്യും. പകൽ ഉറങ്ങാൻ തോന്നിയാൽ ലഘുവായ നടത്തമോ മറ്റു പ്രവർത്തികളോ ചെയ്യുക. തണുത്ത വെള്ളത്തിലെ കുളി പാടില്ല. ഇത് സന്ധികളിൽ വേദനയും പേശികൾക്ക് പിടുത്തവും ഉണ്ടാക്കും. എണ്ണ തേച്ച ശേഷം എപ്പോഴും ഇളം ചൂടുവെള്ളത്തിൽ മാത്രം കുളിക്കുക. ഫ്രിഡ്ജിൽ വച്ച് തണുപ്പിച്ചതോ തലേ ദിവസത്തെയോ ആയ ഭക്ഷണങ്ങൾ ശരീരത്തിൽ വാതം കൂട്ടുകയും വിഷാംശം ഉണ്ടാക്കുകയും ചെയ്യും. എപ്പോഴും ചൂടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. ശരീരത്തിന് സ്വാഭാവികമായി തന്നെ ബലക്കുറവുള്ള സമയമാണ് കർക്കിടകം. അമിതമായി വിയർക്കുന്ന കഠിനമായ വ്യായാമങ്ങൾ ഒഴിവാക്കി ലഘുവായ യോഗ ശീലമാക്കുക. രാത്രി 8 മണിക്ക് മുൻപായി ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. വൈകിയുള്ള ഭക്ഷണം പൂർണ്ണമായും ദഹിക്കാതെ ആമാശയത്തിൽ കിടക്കാൻ കാരണമായേക്കാം. അസിഡിറ്റിയോ അൾസറോ ഉള്ളവർ ചുക്കുവെള്ളം അമിതമായി കുടിച്ചാൽ വയറിൽ നീറ്റൽ അനുഭവപ്പെടാം. ഇവർ മല്ലിയും ജീരകവും മാത്രം ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുക.